എല്ലാവരും എന്നെ മറന്നു. എനിക്ക് കുറേ ചോദ്യം വരെയായിരുന്നു, എനിക്ക് എന്തോ പറ്റി, കുറേ നാൾ ഓൺലൈൻ ഉണ്ടായിരുന്നില്ല, എന്താണ് സംഭവം. സ്റ്റിൽ എൻ്റെ സൗണ്ട് അടഞ്ഞിട്ടിരിക്കുകയാണ്, എൻ്റെ സൗണ്ട് മൊത്തത്തിൽ തിരിച്ച് വന്നിട്ടില്ല. എനിക്ക് ഉണ്ടോ, അതായത് എനിക്ക് ഫസ്റ്റ് എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റോറിയിലൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും അങ്ങനത്തെ കുറേ പിക്ചേഴ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റ സ്റ്റോറിയിൽ. അങ്ങനെ കുറേ പേര് എന്നെ വിളിച്ചു. അതായത് എനിക്ക് ഫസ്റ്റ് എനിക്ക് ടെമ്പറേച്ചർ ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഫ്ലെം ചെറുതായിട്ട് കൂടി അതിന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് 5 days ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നല്ല കൊച്ചായതുകൊണ്ട് ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ ജിമ്മിൽ പോയി, കാരണം എനിക്ക് ടെമ്പറേച്ചർ ഇല്ല. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി ഒക്കെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഇത് കയറി അങ്ങ് കൂടി. എനിക്കൊരു ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എനിക്ക് ഇവിടെ ഇങ്ങനെ നെഞ്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രത്ത് ഇങ്ങനെ ഹോൾഡായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു, നെബുലൈസേഷൻ എടുത്തു. അങ്ങനെ ടെമ്പറേച്ചർ ഇല്ലാത്തതുകൊണ്ട് അത് ന്യൂമോണിയ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നില്ല സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്തപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എനിക്കൊരു 1 week റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അന്നേരം ആ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ തന്നെ എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രെത്ത് കിട്ടുന്നില്ല, അങ്ങനെ സൗണ്ട് ഇല്ല, ആകെ മൊത്തവും വല്ലാത്തൊരു സീൻ തന്നെയായിരുന്നു ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും കഴിഞ്ഞു, ഇപ്പോൾ ബെറ്ററായി വന്നതായിരുന്നു. ബട്ട് എനിക്കിപ്പോൾ വീണ്ടും ചെറുതായിട്ട് വീണ്ടും എനിക്ക് ഫ്ലമിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബെറ്ററായി. പക്ഷെ ഒരു മാസമായിട്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം 100% ഓക്കെ ആയിട്ടില്ല, ഓക്കെ ആയി വരുന്നുണ്ട്. എന്നാലും നേരത്തെക്കാളും ഭയങ്കരമായിട്ട് ആശ്വാസമുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അന്വേഷിച്ചു. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഡയറക്റ്റ് അറിയാതെ ഇതേപോലെ വീഡിയോസിലൂടെ കണ്ട് അല്ലെങ്കിൽ റീൽസിലൂടെ കണ്ട് പോസ്റ്റൊക്കെ കണ്ടിട്ട് അത്രയും സ്നേഹിച്ചിട്ട് നിങ്ങൾ വിളിക്കുക, മെസ്സേജ് അയച്ച് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോവാണ് കൊച്ചിയിൽ നിന്നും. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ, രാത്രി ഒരു 8:30 ആയിട്ടുണ്ട്. സംഭവം ഒരു മാസമായിട്ട് എനിക്ക് വയ്യാനിട്ട് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ അമ്മ കൊല്ലത്താണ്, നാട്ടിലാണ്. അപ്പോൾ എൻ്റെ ചേച്ചി എബ്രോഡ് ആയതുകൊണ്ട് ചേച്ചിയുടെ കുട്ടികളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അമ്മയാണ്. അപ്പോൾ അവർക്ക് സ്കൂൾ തുറന്നു, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് സത്യം പറയാൻ എനിക്ക് വയ്യാഞ്ഞിട്ട് അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനോ എന്നെ നോക്കാനോ അമ്മയ്ക്ക് പറ്റുന്നില്ല. അമ്മയുടെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അമ്മ കുറേ ആയിട്ട് എനിക്ക് വയ്യാണ്ട്, എന്നാൽ എനിക്ക് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. എൻ്റെ ഡോക്ടർ ഇവിടെയാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോയിട്ട് എന്തൊരു എമർജൻസി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്ക് അത് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു, കൊച്ചി തന്നെയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വിളിയും കരച്ചിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയായിട്ട് വരാമെന്ന്. ഇന്ന് ഇച്ചിരി ആശ്വാസമായപ്പോൾ എനിക്കും വീട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വൈകുന്നേരം പാലിച്ച് എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോയി 2-3 ദിവസം നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ യെസ്, ഞാനിപ്പോൾ നാട്ടിൽ പോവാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സോ എന്തായാലും അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 12-1 മണിയൊക്കെ കഴിയും. കാരണം നല്ല മഴയുണ്ട്, റോഡ് പണി അറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ. സോ അതൊക്കെയായിട്ട് നമ്മൾ എന്തായാലും അത്യാവശ്യം ലേറ്റാകും. അപ്പോൾ അതൊക്കെ ഉള്ളൂ. പാതി വഴിയായപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അപ്പോൾ ആലോചിച്ചു ഫുഡ് വാങ്ങാമെന്ന്. അങ്ങനെ ചിക്കൻ വാങ്ങി. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിച്ച് പോകാൻ ടൈമില്ല. ഇപ്പം തന്നെ നമുക്ക് കാണിച്ചിട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു 12:30 കഴിയും എന്നാണ്. അപ്പോൾ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ എനിക്ക് അവിടെ എത്തിയിട്ട് മെഡിസിൻ എടുക്കാനുണ്ട്, നെബുലൈസേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ട്, മെഡിസിൻസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ആലോചിച്ചു നമുക്ക് ചിക്കൻ കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾക്ക് റെസ്റ്റിന് ശേഷം ഞാൻ ഇന്നാണ് ഒരു ഓയിലി ഫുഡ്, ഇത്രയും ഒരു ഡീപ്പ് ഫ്രൈഡ് ചിക്കനൊക്കെ ഡീപ്പ് ഫ്രൈഡ് ചിക്കനൊക്കെ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ യെസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഡീപ്പ് ഫ്രൈഡ് ഓയിലി അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നത്. എൻ്റെ മുഖത്തുണ്ട് കുരുവൊക്കെ ഉണ്ടോ? ഈ കുരു വന്നത് ഓയിലി ഫുഡ് കഴിച്ചുകൊണ്ടോന്നല്ല, എനിക്ക് പീരീഡ്സായി, അതാണ്. സോ
യെസ്, അപ്പോൾ എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫേസിലൊക്കെ ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ വയ്യാത്തത് കൊണ്ട് എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ട് ഇങ്ങനെ എക്കോ പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. പോകുന്ന വഴിക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തി എന്തെങ്കിലുമൊക്കെ വിശേഷമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, സീഡ്ലെസ് എടുത്തരാ. സോ അശ്വാനിൽ വന്നിരിക്കുകയാണ്. പിള്ളേർക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. യെസ്, അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. സോ ചീസ് ബോൾസ്, പിന്നെ ഈ ജെല്ലി ഭയങ്കര ഇഷ്ടമാണ് സോനു മോളിനും. കുനാഫ ചോക്ലേറ്റ് വന്നു. ഓക്കെ, കുനാഫ ചോക്ലേറ്റ്. ദെൻ നെസ്കഫേയുടെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് ഐസ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല. സോ ഞാൻ ഇത് ട്രൈ ചെയ്യാൻ പോവാം. ഈ മെൻഡോസ് ഇച്ച എടുത്തതാണോ? ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, ആൽമണ്ട്, അങ്ങനെ കുറച്ച് നട്ട്സ് അമ്മയ്ക്ക് വാങ്ങി. യെസ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണിയാവുന്നു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഒരു 7:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. നാട്ടിൽ വരുമ്പോൾ മാത്രം നടക്കുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ എനിക്ക് ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് വേണ്ട എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. ഞാനൊരു 11:30 12 ആകുമ്പോഴേ എഴുന്നേൽക്കാറുള്ളൂ. എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. കുറേ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റു. അമ്മയുടെ സ്പെഷ്യൽ അപ്പവും മുട്ടക്കറിയും കഴിച്ചു. എന്നിട്ട് ഞാൻ നെബിലൈസേഷനൊക്കെ എടുത്തു, മെഡിസിൻസൊക്കെ കഴിച്ചു. ഇനി അമ്മ വരുന്നു. ഇനി നമ്മൾ മീൻ മേടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതാണ് കേട്ടോ. മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്നാപ്പിൽ മാർക്കറ്റിൽ പോവാം. അത് മതി. നമുക്ക് ഓർമ്മയുണ്ടോ ആരാന്ന്? ഇതൊക്കെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട്. അത് മതി. ഡ്രസ്സ് എങ്ങനെയുണ്ടോ? കൊള്ളാവോ? നിങ്ങൾ പറയൂ. അമ്മ എന്നോട് ചോദിക്കുക, മീൻ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് ചെയ്തുണ്ടോ ഇല്ലയോ? മാർക്കറ്റിലിടാൻ പറ്റിയ ഡ്രസ്സാണോ? എൻ്റെ പൊന്ന് മീൻ മേടിക്കാൻ തന്നെയാണോ പോകുന്നത്? ഇത്ര റെഡി ആവുക. ചിറ്റയുടെ ഈ ഡ്രസ്സ് അറിയാമെന്നറിയാം. ഈ ഡ്രസ്സ് ഇങ്ങനെ ഒന്ന് പിടിച്ച ക്യാമറ അല്ലേ, സോറി, ഇനി വാ, ഇങ്ങനെ പിടി. ഈ നടുക്ക് പിടിക്കല്ലേ. ഓക്കെ, അങ്ങനെ പിടി. ഓക്കെ, ചിറ്റ ഫുള്ള്. ആരുടെ ഈ ഡ്രസ്സ്? ഇത് ആക്ച്വലി എൻ്റെ ഡ്രസ്സല്ല, നിന്റെ അമ്മയുടെ ഡ്രസ്സാ. അമ്മയുടെ മോൻഷാമ്മയുടെ ഡ്രസ്സാ. എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സാണ്. ചേച്ചിയുടെ കുർത്തിയാണിത്. ഞാനാണെങ്കിൽ എൻ്റെ ഡ്രസ്സിടാകുമ്പോൾ ഇപ്പം അമ്മ പറഞ്ഞു ഇത് രണ്ടാ എപ്പോഴും, കാരണം എൻ്റെ ഇരിക്കുന്ന മൊത്തം വെസ്റ്റേൺ ഡ്രസ്സാണല്ലോ. അമ്മയ്ക്ക് തന്നെ ഇങ്ങനത്തെ ട്രഡീഷണൽ ലുക്കിൽ കാണാനൊരാഗ്രഹം. അപ്പം ചേച്ചിയുടെ കബോർഡൊക്കെ എടുത്ത് വലിച്ചെടുത്തിട്ടപ്പോൾ, അതിനകത്തുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടപ്പോൾ ചേച്ചിയുടെ ഒരു കുർത്തി. പക്ഷെ എനിക്ക് കറക്റ്റ് ഫിറ്റിങ് ആട്ടോ, കറക്റ്റ് സൈസ്. എനിക്ക് ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിന് മുമ്പ് ഞാൻ 62 ആയിരുന്നു kg. ഞാനിപ്പോൾ 59 ആയി. യെസ്. നമുക്കിനി ഇത് ഒരു 56 വെയിറ്റ് കൊണ്ടുവരണം. വർക്കൗട്ട് ചെയ്തു. ദൈവം എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാണിച്ചു നിങ്ങൾ നോക്കി, ഞാൻ കാണിച്ചു തരാം. അമ്മ നേരത്തെ ഇട്ട ഡ്രസ്സാണോ അതിപ്പോൾ ഇട്ട ഡ്രസ്സാണോ മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോകാൻ ചേരുന്നതെന്ന് നിങ്ങൾ പറയാം. കാണിച്ചു തരാം. നിൽക്കാമ്മ, നിൽക്കേ. ഓക്കെ, ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്, ലൂസായി. ഇത് അമ്മ കുറച്ചുകൂടെ സ്കിൻ ടോൺ കുറച്ച് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. ഇത് മതി. യെസ്. അപ്പോൾ നമുക്കിനി ചന്തയിൽ പോയി മീൻ മേടിക്കാം. ഞാൻ മോനൂസിനെ കാണിക്കുന്നില്ല കേട്ടോ, എൻ്റെ കൊച്ചിനെ വയ്യ.
ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവനാണെങ്കിൽ നന്നായിട്ട് പനി ടെമ്പറേച്ചർ കൂടിയിട്ട് ഇന്നലെ അമ്മാവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് 2 ഡ്രിപ്പ് ഇട്ടു. ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇപ്പം മെഡിസിൻ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വീണ്ടും കയറി കിടന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്ളോഗിൽ മോനൂസ് വരാൻ ചാൻസ് കുറവാണ്. വയ്യാത്തതല്ല, കുഞ്ഞ് റെസ്റ്റ് എടുക്കട്ടെ. അത് പറഞ്ഞപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം കണ്ട സോനും മോനും എൻ്റെ ചേച്ചിയുടെ കുട്ടികളാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ. യെസ്, ഇത് നോക്കണ്ടേ, ഇപ്പോൾ കാറൊക്കെ വാഷ് ചെയ്ത് ഇന്നലത്തെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു കാർ ആകെ പൊടിയായിരുന്നെന്ന്. ആക്ച്വലി കാറ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ആന്ധ്രാപ്രദേശിലായിരുന്നു. ഒരു 1.5 വീക്സ് അവിടുന്ന് ബൈ റോഡ് വന്നതല്ലേ, സോ അതുകൊണ്ട് നല്ല പൊടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആന്ധ്രയിൽ നിന്ന് എത്തിയതിന് ശേഷം നമ്മൾ ഈ കാറ് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. സോ അതുകൊണ്ട് ഭയങ്കര പൊടിയായിരുന്നു. രാവിലെ എഴുന്നിട്ട് കാർ വാഷൊക്കെ ചെയ്തു. ഞാനല്ല കേട്ടോ, ഇച്ച കാറൊക്കെ വാഷ് ചെയ്തു വെച്ചു. യെസ്, അപ്പം നമുക്ക് പോയി മീൻ മേടിക്കാം. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ വാങ്ങിയിട്ട് വന്നു. കേര എന്ന് പറയുന്നൊരു ഫിഷാണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴക്കോള്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ സ്വിച്ച് ഇട്ടേക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് മഴക്കോളും വരുന്നുണ്ട്. വെതറിന് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണെന്ന് തോന്നുന്നു. എന്നെപ്പോലെ എനിക്കിങ്ങനെ സ്വിച്ച് ഇട്ടേക്കുന്ന പോലെ എനിക്ക് മൂഡ് സ്വിങ്സ് വരാറ്. സെയിം, വെതറിന് നല്ല മൂഡ് സ്വിങ്സ് ആണ്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിക്കുമ്പോൾ എനിക്ക് ബ്രത്ത് ഇങ്ങനെ ഇച്ചിരി വിഷയമാണ്. ഇപ്പോൾ ബെറ്ററായി വരും, നേരത്തെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ആലോചിച്ച് വീട്ടിൽ വന്നതല്ലേ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പറയുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അത്രയും ബോഡിക്ക് സ്ട്രെയിൻ ചെയ്യണ്ട. ഇപ്പോൾ ഹെൽത്ത് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. സോ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് നല്ല നല്ല മൂമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. യെസ്, വീടൊക്കെ മൊത്തം ഇങ്ങനെ കാട് കയറി കിടക്കുക. മഴയും കൂടിയല്ല, നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും ഇങ്ങനെ കാട് കയറും. അതാണ്. വീട്ടിൽ കുറേ ചിക്കു പിടിച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം. എന്താ ഭയങ്കര മധുരമാണ് ഇവിടുത്തെ ചിക്കുവിന്. ഞാനങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമൊന്നുമല്ല. ഞാൻ ഇത് കൂടുതലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കു ഒരുപാട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള മുംബൈയിലാണ്. അവിടെ കുറേ ചിക്കു കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ കഴിച്ച് മടുത്തൊരു ഫ്രൂട്ടാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. സോ അമ്മ പറയണ ഞാൻ ഇതിൽ കൊച്ചിയിൽ പോകാൻ നേരത്ത് അമ്മ എനിക്ക് കുറച്ചില്ല, എനിക്ക് ഒരു ചിക്കു എനിക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ ഒന്ന് കഴിക്ക്, വീട്ടിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തന്നു വിട്ടു. ഭയങ്കര മധുരമായിരുന്നു. ഇതെല്ലാം അമ്മ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ പെയിൻറ്റ് പോയിരിക്കുന്നുണ്ടോ, ഈ വോളിൽ പെയിൻറ്റ് പോയിരിക്കുന്നത് ആക്ച്വലി ഈ മഴ പെയ്യുമ്പോൾ എന്നെ കാണിച്ചിട്ട് പറയാം. ഈ മഴ പെയ്യുമ്പോഴുണ്ടല്ലോ അമ്മ ചെളിയൊക്കെ കയറുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ സ്ക്രബൊക്കെ വെച്ചിട്ട് അമ്മ ഇങ്ങനെ വാഷ് ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്മ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോയ പെയിൻ്റാണത്. പിന്നെ നമുക്കത് റീടച്ച് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വോളിലുള്ളത് അങ്ങനെ അതായത് എന്താ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന പെയിൻ്റ് അല്ല, ഇതിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് ഞാൻ ബ്രത്തൊന്ന് എടുത്തോട്ടെ. ഓക്കെ, ഇത് ഹാൻഡ് വർക്ക് ചെയ്ത പെയിൻ്റാണ് കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ആ ചേട്ടൻ ഒറ്റയ്ക്ക് ഒരാഴ്ചയോ 10 ദിവസം എത്രയാണെന്ന് എനിക്ക് പറയില്ല, അത്രയും ദിവസം ആ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്നിട്ട് കുറേ പെൻസിൽസും ബ്രഷസൊക്കെ വെച്ചിട്ട്
ആ ചേട്ടൻ വരച്ച് സെറ്റ് ചെയ്ത പെയിൻ്റാണ്. സോ നമ്മൾ പെയിൻറ്റ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഫുള്ള് മാറ്റണം. കാരണം വീടിൻ്റെ എൻട്രൻസ് ഫുള്ളും ആ ഒരു ഹാൻഡ് വർക്ക്സാണ് മൊത്തം. അപ്പോൾ ഇത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം വേറൊരു പെയിൻ്റ് അടിക്കാൻ. പക്ഷെ അമ്മയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഈ പെയിൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ പറയുന്നു ഇത്രയും റേറ്റ് കൊടുത്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു പെയിൻറ്റിങ് വർക്കാണ് ഇത്. സോ അമ്മയ്ക്ക് റിമൂവ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മളതിങ്ങനെ മാറ്റാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ചെടി ഇരിക്കുന്നതാണ് നല്ല രസം കേട്ടോ. ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴുണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അമ്മ അറിയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടും. യെസ്, അപ്പോൾ അതാണ് സമാധാനം. ഇപ്പം ടക്കെന്ന് പറഞ്ഞപ്പോൾ വെയിൽ വന്നു. അപ്പോൾ ഞാനിനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്നാ വേണ്ടേ? അമ്മ ഫുഡ് തന്നില്ലേ? എന്തോ അമ്മ ഇത് മുട്ടയോ? ഈ പൂച്ച വെജിറ്റേറിയൻ ആണെന്നാ തോന്നുന്നു കേട്ടോ. രാവിലെ തൊട്ട് അമ്മ നോൺ വെജ് കുറെ കഴിക്കുന്നില്ല. വെജിറ്റേറിയൻ ആണോ? ആണോ? അങ്ങോന്ന് കാണിച്ചേ. ഇഞ്ചുവരാ. എന്ത് പറ്റി? എന്താ വേണ്ടേ? എന്റെ ക്യാമറ തട്ടിപ്പറിച്ചിടുവോ എനിക്ക് വേണ്ടി? ഓ, മുട്ട വേണ്ടേ? മുട്ട വേണോ എന്ന് പറയുമ്പോ കൊതിയിട്ടുണ്ട്. അപ്പം വേണോ? വേണ്ടേ? പിയ്യു, പിന്നെ എന്താ വേണ്ടേ? അപ്പൊ കുറുക്കന്റെ കോഴിയുടെ കല്യാണം. ഇതാരാ പറഞ്ഞു കുറുക്കന്റെയും കോഴിയുടെ കല്യാണം? ആരൊക്കെയോ പറഞ്ഞായിരുന്നു. ആരൊക്കെയോ? അമ്മയായിരിക്കും, അല്ലേ പിന്നെ ചേട്ടനായിരിക്കും. എന്റെ അതേ സ്വഭാവം. ഇവരെ കണ്ടതിനെ കടിക്കാതിരിക്കാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നണം. കൊള്ളാടാ, ബ്ലഷാന്ന് വിചാരിച്ചോളൂ. കവളൊക്കെ ചുമന്ന് തുടുത്ത്. ഇഷ്ടല്ല മേക്കപ്പ്. ഓ പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഇവനെ ഏറ്റവും കൂടുതൽ ചോദിച്ചെടുക്കുന്നത് എന്താ എപ്പോ അതല്ലേ ചിറ്റ ലിപ് ബാം ഉണ്ടോ? അയ്യോ, ലിപ് ബാം ഇത്രയും അഡിക്ഷൻ ഉണ്ടോന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവന് ലിപ് ബാം അത്ര അഡിക്ഷൻ ആണ്. ലിപ് ബാം ഉണ്ടോ ചിറ്റ? ലിപ് ബാം ഉണ്ടോ? ചുണ്ട് ഡ്രൈ ആയിരിക്കും. സൺസ്ക്രീൻ യൂസ് ചെയ്യോ? മോയ്സ്ചറൈസറോ? ഓൺലൈൻ ലിപ് ബാം. അപ്പോൾ സോനുവിൻ്റെ ഫ്രണ്ട്സിനോടാണ്. സോനുവിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോനുവിൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഷാരോണിന് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ, ഷാരോണിന് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിപ് ബാം വാങ്ങിക്കൊടുക്കുക. പക്ഷെ പുള്ളിക്ക് നിർബന്ധമാണ് കളർ വരാൻ പാടില്ല. കളർ ഇല്ലാത്ത ലിപ് ബാം വേണം അല്ലേ? കളേർഡ് അല്ലാത്ത ലിപ് ബാം ആണ് ഇഷ്ടം. ഇവ കുരുട്ടായി കാണുന്ന ക്രിമിയാ. എൻ്റെ അതേ സ്വഭാവം ഇവന്. അപ്പം ലിപ് ബാം വാങ്ങിക്കൊടുക്കുക. ഓക്കെ. പക്ഷെ എൻ്റെ മോനൂസിന് വയ്യ കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കൊച്ച് വാഴ വെട്ടിയിട്ടേക്കുന്നല്ലോ നടക്കുന്നത്. ഉറക്കമാണോ? നല്ല ഉറക്കം. വേണ്ട അമ്മ വയറാവണ്ട. ചിറ്റ എന്തിനാ വയറിലാവുന്നത്? നീ മതിയല്ലോ എന്നെ ഏറെ കയറ്റ. വേറെ ആരെന്നെ ഏറെ കയറ്റണ്ടേ? പമ്പ് രണ്ടെണ്ണം. സോനു, നീ പോയി നിന്നെ പിച്ചിട്ട് വാ. ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ ഇട്ടെന്നെ ബോറടിക്കും. സോ ഞാൻ വിചാരിച്ചു ഇവിടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. സോ അത് ഞാൻ നാച്ചുറലായിട്ട് എന്താണെന്നുള്ള രീതി നിങ്ങളെ കേൾപ്പിക്കാമെന്ന്. ഇങ്ങനെയാണ് ഇവിടെ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. ബഹളം പറഞ്ഞാൽ ഞാൻ സോനു ഉണ്ടെങ്കിൽ ഇവിടെ നല്ല ബഹളമാണ്. ഇല്ലെങ്കിൽ വീട് ഭയങ്കര സൈലൻ്റാണ് അല്ലേ മാ? ഞാനുണ്ടെങ്കിലല്ലേ വീട്ടിലൊരു അനക്കവും കുലുക്കവും ഒക്കെ. അനക്കവും കുലുക്കവും.
എന്താണല്ലോ സ്വന്തമായി പുകഴ്ത്തി പറയാന്ന് പറയുന്നത് അത് എല്ലാവർക്കും പറ്റുന്ന കഴിവൊന്നുമല്ല യുണോ. ഞാൻ വെച്ചണോ അമ്മ, ഞാൻ വെച്ചണോ? ആണോ? ഞാൻ വെച്ചാ ബാ കറിയാപ്പിള വെച്ച. ഏച്ചാ ഞാൻ കറിവേപ്പില പിച്ചെന്നൊരു ഷോട്ട് എടുത്തരോ. ചൈന കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കണം. ഈ ക്യാമില് സോനയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അല്ല ഇച്ചായ അല്ലാണ്ട് പിന്നെ ആരെടുക്ക അല്ല ഇച്ചാ? മറ്റേ ഡയലോഗ് പറ. പിന്നെ ഇത് റെക്കോർഡിംഗ് ആണ്. പറ പറ എന്താ ഡയലോഗ്? ഒന്നുമില്ല. ഞാനല്ല പിന്നെ ആര്. തമ്മിൽ പിണങ്ങി പോകല്ലേ. അയ്യോ ഇവിടെ ഞാൻ അവിടെ ചെന്ന് അല്ലെങ്കിൽ അങ്ങനെ വരുത്തോളൂ. ഇന്റെ മണ്ടേ അല്ല മണ്ടയല്ലോ മണ്ടേന്ന് ഓടിക്കാ. അമ്മ കൊറേ വേണോ കറിവേപ്പില? 6 ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഇന്ന് ചോറ്, പുളിശ്ശേരി, കേര കറി, കേര ഫ്രൈ, ക്യാരറ്റ് ബീൻസ് തോരൻ വിത്ത് സം പപ്പടംസ്. പിന്നെ ചിക്കൻ്റെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ചിക്കൻ? ആ എനിക്ക് വേണ്ട. അപ്പോൾ ചിക്കൻ്റെ എന്തോ ഒരു സംഭവം കൂടിയുണ്ട് അല്ലേ ഷോന? നമ്മുടെ മൊണാലിസ വന്നിട്ടുണ്ട്. സോ ചിക്കൻ മോനൂസ് കഴിക്കുന്നുണ്ട്. ഞാൻ കൊടുത്തു. മോനൂസ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് അമ്മയ്ക്കാം. അത് ഈ അമ്മയ്ക്കിട്ട ചോറ. ഇത് കുനാഫയുടെ എന്താണ് ചോക്ലേറ്റ് വേഫറാണ്, പിസ്താഷിയോ. ഇന്നലെ നമ്മൾ അശ്വാനിന്ന് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഇത് കുറേ തവണ വാങ്ങി കഴിച്ചിട്ടുണ്ട്, പിള്ളേർക്ക് വാങ്ങി. പക്ഷെ ഞാൻ ഇതല്ല, മറ്റേ വലിയ ബാർ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഇത് ഞാൻ വാങ്ങി. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇപ്പം ജസ്റ്റ് കണ്ടപ്പോൾ നല്ല രസമാണ്. അങ്ങനെ വരും, നല്ല ഫില്ലിംഗ് ആണ് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വൺസെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് ചോക്ലേറ്റ്. ആക്ച്വലി കുനാഫയുടെ ബാർസ് കുറേ കിട്ടും, പക്ഷെ പലതിനും പല ടേസ്റ്റാണ്. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് കൊള്ളാമോ? എനിക്കത് കുറച്ചുകൂടെ മുടി ഒന്ന് ബാക്കിലോട്ടാക്കാമോ? ശരിയുണ്ടോ അല്ലേ? എടുക്കണോ? ഇങ്ങോട്ടേക്ക് അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് ക്യാമറയിലോട്ട്. ആ നേരത്തെ നോക്കിയല്ലേ, വെള്ളോട്ടിങ്ങനെ അങ്ങോട്ട്. ആ അത്രയല്ല, തിരിഞ്ഞ് അല്ല അങ്ങോട്ട് പോകും. അമ്മ അങ്ങോട്ട് പോകും, പുറകിലോട്ട് പോകും. 1 2 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കണം. 1 2 3. അമ്മയുടെ കുറച്ച് പിക്സ് എന്താ കാറിന് എടുത്ത് നിന്നിട്ടാ. ഇവിടെ കാറിൻ്റെ ഫ്രണ്ടിൽ വാ. അമ്മയുടെ കുറച്ച് പിക്സ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കുറച്ച് പിക്സ് എടുത്ത് കൊടുക്കട്ടെ. അമ്മയുടെ ഫോട്ടോഷൂട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മ? അപ്പോൾ ഇത് ഞാൻ ഇത് ചെയ്യട്ടെ. അപ്പോൾ അമ്മയുടെ ഷൂട്ട് ചെയ്യട്ടെ, പിന്നെ കാണാം. ഇനിയിപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ നന്നായിട്ട് എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞു തുടങ്ങി.
ഞാൻ വിചാരിച്ചു അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. ലവ് യു ഓൾ. ടേക്ക് കെയർ. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വ്ളോഗായിട്ട് വരാം. ഞാൻ ഹെൽത്തൊക്കെ ഓക്കെ ആയി വന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ വീണ്ടും വ്ളോഗൊക്കെ ആയിട്ട് വരും. അമ്മ ബൈ പറ.